ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ്, സ്റ്റേ ഹംബിൾ ആൻഡ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ വിത്ത് പോസിറ്റീവ് തിങ്കിങ്. ഈ 4 കാര്യങ്ങളാണ് സുനിത വില്യംസ് നമ്മോട് എപ്പോഴും പറഞ്ഞിരുന്നതും അവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിച്ചിരുന്നത്. ലോകം ഇന്ന് വലിയ ആരാധനയോടെയും അഭിമാനത്തോടെയും ഉറ്റുനോക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അവരുടെ സഹ സ്പേസ് യാത്രികനായ ബുച്ച് വിൽമോർ. സുനിത വില്യംസ് അമേരിക്കൻ ഇന്ത്യനാണ്. ആദ്യത്തെ സ്പേസ് യാത്രികയായിരുന്ന കൽപ്പന ചൗള ഇന്ത്യൻ അമേരിക്കനാണ്. കൽപ്പന ചൗളയ്ക്ക് ദൗർഭാഗ്യവശാൽ ഈ യജ്ഞത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കൽപ്പന സുനിതയുടെ വലിയൊരു ഫ്രണ്ടും മെൻറ്ററുമായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരിതുപോലെ ഒരു വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിതത്തിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് മാത്രമല്ല, തനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിയുമെന്ന് സ്ഥാപിക്കാൻ മാത്രമല്ല, തനിക്ക് ഈ ചരിത്രത്തിന് തൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് നൽകാൻ കഴിയുമെന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു കൽപ്പന ചൗള. സുനിത വില്യംസിൻ്റെ ജീവിതവും നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന് എന്ത് വിലയുണ്ടെന്ന് നാം തിരിച്ചറിയുകയും ആ ജീവിതം വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ആ വിലപ്പെട്ട ജീവിതത്തിന് ഈ ലോകത്തിന് നൽകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു സ്വപ്നം, ബിഗ് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ആ സ്വപ്നങ്ങളെ അവിടെ തന്നെ ഇടാതെ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കഠിന അധ്വാനം ചെയ്തുകൊണ്ട് ആ സ്വപ്നങ്ങളെ കാണുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൽ തന്നെ എന്തോ ആണെന്നുള്ളൊരു അഹംഭാവം തലയിൽ കയറാതെ താൻ ഒന്നുമല്ല എന്നും തനിക്കൊന്നുമില്ല എന്നും ഇനിയും വളരാനുണ്ടെന്നും ഇനിയും ഉയരാനുണ്ടെന്നും ഇനിയും പഠിക്കാനുണ്ടെന്നും ഇനിയും മെച്ചപ്പെടാനുണ്ടെന്നും ഒക്കെയുള്ള ആ ഒരു വിനയം തലയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും അതുപോലെ മറ്റുള്ളവർ തനിക്ക് ഇപ്രകാരമുള്ള പോസിറ്റീവ് ചിന്തകൾ തരുന്നവരെ കൂടെ നിർത്തുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കും ഈ ലോകത്തിൽ ചെയ്യാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ ജീവിതത്തിൻ്റെ വില അത് വിലപിടിപ്പുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് വിലകെട്ടവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയാതെ ആ വിലപിടിപ്പുള്ള ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. വിലകെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട ജീവിതം നാം നഷ്ടപ്പെടുത്തുന്നതാണ് നാം നമ്മോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ട് ആ തിരിച്ചറിവ് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കുറേ എപ്പിക്യൂരിയൻ ഫിലോസഫിയിൽ പറയുന്ന പോലെ തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, അതല്ല. അത് ജീവിതത്തിന് ഒരർത്ഥവും നൽകില്ല. അതിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയും കഴിയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ശൂന്യത അനുഭവപ്പെടും. നേരെ മറിച്ച് നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാകുമ്പോൾ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം നമ്മൾ ഹോമിക്കാൻ തയ്യാറാകുമ്പോൾ അതിനുവേണ്ടി ആ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി കഠിന അധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഈ ലോകത്തിന് ഇനിയും നൽകാനുണ്ടെന്നുള്ള ചിന്ത വരും. ആ നൽകാനുണ്ടെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മളെ ഒരുപക്ഷെ മുന്നോട്ട് നയിക്കുക. ജീവിതം വിലപിടിപ്പുള്ളതാണ് എന്നും ആ വിലപിടിപ്പുള്ള ജീവിതത്തെ വിലപ്പെട്ടതാക്കി നമ്മൾ മാറ്റുന്നത് നമ്മൾ ഇപ്രകാരം ഈ ധന്യമായ സംഭാവനകൾ ലോകത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് നൽകുമ്പോഴാണ് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. വിലപിടിപ്പുള്ള ജീവിതത്തെ വിലകെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നശിപ്പിക്കാതെ ആ ഒരു ധന്യമായ സംഭാവന എൻ്റെ ജീവിതത്തിന് അർത്ഥം കുറിക്കുന്നത് ഈ ലോകത്തിന് ഞാൻ മുഖാന്തരം അർത്ഥം കൊടുക്കുമ്പോഴാണ് എന്ന് ഐ മേക്ക് മീനിങ് ബൈ ഡിഫൈനിങ് മീനിങ് ഇൻ മൈ ലൈഫ്. ആ ഒരു വലിയ ചിന്ത നമ്മെ സുനിത വില്യംസിൻ്റെ ഈ മഹത്തായ സംഭാവനയിലൂടെ നയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.